എക്കാലവും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് കൊല്ലം ജില്ലയിൽ ഇക്കുറി കണ്ടത് UDFിന്റെ തേരോട്ടമാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ഇടത്ത് മാത്രമാണ് LDFിന് വിജയിക്കാൻ കഴിഞ്ഞത്. 8ഇടത്ത് UDF വിജയിച്ചപ്പോൾ ചാത്തന്നൂരിൽ വിജയം BJPക്കൊപ്പം നിന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, കൊല്ലത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറി മറിയുകയാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തെ ആരംഭിച്ചതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇടതിന്റെ കോട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ല എന്നുകൂടി പറയേണ്ടി വരുമായിരുന്നു. കാര്യം ആ രീതിയിലായിരുന്നു പഴയകാല രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യവും പാർട്ടിക്ക് ഏറെ അവകാശപ്പെടുന്ന ഏറെ സമ്മാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടിക്ക് വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ജില്ല കൂടിയായിരുന്നു കൊല്ലം ജില്ല. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുടർന്ന് വന്ന ആ ഒരു കോട്ടയുടെ വിള്ളൽ അതിപ്പോൾ ഏകദേശം തകർന്നു. ആ വിള്ളൽ വലുതായി തകർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് പാർട്ടിക്ക് ഏറ്റത്. ആകെ 2 വിജയങ്ങൾ, അത് CPMന്റെയും CPIയുടെയും 2 സ്ഥാനാർത്ഥികൾ മാത്രം ഇടതുമുന്നണിക്ക് വേണ്ടി ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്നും ജനവിധി തേടി വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിൽ KN ബാലഗോപാലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം വിജയിച്ചത്. കാരണം ഐഷ പോറ്റി പല സമയത്തും വളരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്ന ആ വോട്ടിന്റെ ആ ലീഡ് നിലയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ അവർ പലപ്പോഴും വിജയിച്ചേക്കാം എന്ന ഒരു ഘട്ടം വരെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ഐഷ പോറ്റി വിജയിച്ചേക്കാം എന്ന ഒരു ഘട്ടം വരെ എത്തിയിരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ കഷ്ടിച്ച 1012 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ മാത്രം KN ബാലഗോപാൽ കഴിഞ്ഞു. പിന്നൊന്ന് അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് പുനലൂരാണ്. പുനലൂരിൽ CPIയുടെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നുള്ളതൊഴിച്ചാൽ ഈ 2 സ്ഥലങ്ങളിലെ വിജയങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് വളരെ വലിയൊരു തിരിച്ചടി അത് കൊല്ലം ജില്ല നൽകിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഭരണവിരുദ്ധ വികാരം വളരെ പ്രകടമായിരുന്നു കൊല്ലം ജില്ലയിൽ പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലും. വാർഡ് തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വളരെ വലിയ ഒരു വീഴ്ചകൾ പാർട്ടിക്ക് സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം പല സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും ആ രീതിയിലായിരുന്നു. കാരണം അവർ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ജനസമ്മതിയില്ല, അല്ലെങ്കിൽ ഒരു ജനകീയനല്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ചിത്രമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ നമുക്ക് വ്യക്തമായത്. കാരണം പലയിടങ്ങളിലും അവർ തകർന്നടിയുന്ന ഒരവസ്ഥ. അതിന്റെ ഫലമായി കൊല്ലം കോർപ്പറേഷൻ UDFന് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു നേട്ടമായി UDF കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ UDFന്റെ പാളയങ്ങൾ അത് കരുതുന്നു. ആ രീതിയിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ അവർ മുന്നോട്ട് പോയി എന്ന് വേണം കരുതാൻ. ആ രീതിയിൽ മുന്നോട്ട് പോയപ്പോഴാണ് അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പ്രതീക്ഷിച്ചതിലും വലുത് ഒരു വിജയം, അതായത് 5 മുതൽ 7 വരെ സീറ്റ് എന്നായിരുന്നു UDF പാളയത്തിന്റെ കണക്കുകൂട്ടൽ. പക്ഷേ ആ കണക്കുകൂട്ടൽ തെറ്റിച്ച് 1 സീറ്റ് കൂടി അധികം നേടി 8 സീറ്റുകളിൽ UDF വിജയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊന്ന് RSPയുടെ ശക്തമായ തിരിച്ചുവരവാണ്. കാരണം കഴിഞ്ഞ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൊക്കെ കണ്ടതാണ് RSPക്കുള്ളിൽ തന്നെ ചില വിഘടനങ്ങൾ സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഷിബു ബേബി ജോൺ, NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെ ഉള്ള നേതാക്കളുടെ ഇടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാധ്യമ വാർത്തകളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ പക്ഷേ അതൊന്നുമല്ല പാർട്ടി ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു എന്ന ഒരു അടിവരയിട്ടുകൊണ്ട് പറയുന്ന തരത്തിലുള്ള വിജയം. അത് പാർട്ടിയിൽ RSPക്ക് വേണ്ടി മത്സരിച്ച 3 സ്ഥാനാർത്ഥികളും ഷിബു ബേബി ജോൺ ഉൾപ്പെടെ, ഉല്ലാസ് കോവൂർ ഉൾപ്പെടെ, ഒപ്പം വിഷ്ണുനാഥ്, അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ വിജയിച്ചിരിക്കുന്നു. അത് പാർട്ടിക്ക് ശക്തമായൊരു തിരിച്ചുവരവ്. അതായത് RSPയെ സംബന്ധിച്ചിടത്തോളം അത്രയും അടിവേരുള്ള ഒരു ജില്ല കൂടിയാണ് കൊല്ലം ജില്ല. അപ്പോൾ അവിടെ കഴിഞ്ഞ 20 വർഷത്തോളം അല്ലെങ്കിൽ 2 പതിറ്റാണ്ടോളമായിട്ട് അവർക്ക് ഈ ഒരു നിയമസഭയിൽ ഒന്നും ഒരു പ്രാതിയും അവർക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു MLA-മാരെ പോലും ജയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ RSPക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ പല നേതാക്കളും RSPയിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യം കൂടി ഉണ്ടായി കൊല്ലം ജില്ലയിൽ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് RSP ഒരു ശക്തമായ തിരിച്ചുവരവ്. അത് വലിയ ഭൂരിപക്ഷത്തിൽ 3 ഇടങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് പലയിടങ്ങളിലും ഈ 3 ഇടങ്ങളിൽ ജയിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമെന്ന് നമുക്ക് കരുതേണ്ടത് കൊല്ലം ഇരവിപുരം മണ്ഡലത്തിലുള്ള നൌഷാദ് MLA-യുടെ പരാജയമാണ്. CPMന്റെ മുതിർന്ന നേതാവും 2 തവണ MLA ഒക്കെ ആയി ഇരുന്ന അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിഷ്ണുമോഹൻ, അതായത് ഒരു യുവരക്തം എന്ന് വേണമെങ്കിൽ പറയാം, RSPയുടെ ഒരു യുവ പോരാളി ഇത്തരത്തിൽ മുന്നേറിക്കൊണ്ട് വരുന്നത്. അത് വലിയ ഒരു ഭൂരിപക്ഷത്തിൽ RSPയുടെ ആ നേതാവിന് വിജയിക്കാനായി എന്നത് RSPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. ഒപ്പം തന്നെയാണ് ഷിബു ബേബി ജോൺ ഒരു തിരിച്ചുവരവിന് ഏറെ നാളായി ശ്രമിക്കുന്നുണ്ട്. കാര്യം പലയിടത്തുകളിലും പാർട്ടി പ്രവർത്തനങ്ങളും പാർട്ടി യോഗങ്ങളിലും ഒക്കെ തന്നെ വ്യക്തമായ നിലപാടുകളും രാഷ്ട്രീയ ബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഷിബു ബേബി ജോണിന് ഒരു തിരിച്ചുവരവ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആ തിരിച്ചുവരവ് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ചവറയിൽ നിന്നും ഷിബു ബേബി ജോൺ ജയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഉല്ലാസ് കോവൂർ നമുക്കറിയാം, കോവൂർ കുഞ്ഞുമോൻ കഴിഞ്ഞ
പല വർഷങ്ങളായിട്ട് കോവൂർ അല്ലെങ്കിൽ കുന്നത്തൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നും കൃത്യമായി വിജയിച്ചു വന്നിരുന്ന കോവൂർ കുഞ്ഞുമോൻ MLA പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു പ്രയാസം നേരിട്ട ഒരു ഘടകം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ നമ്മൾ കണ്ട ഈ ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പോ ഒക്കെ ആവാം ഒരുപക്ഷെ അവിടെയും അത്രയും വർഷങ്ങൾക്കു ശേഷം ഉല്ലാസ് കോവൂരിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്ന് വേണം കരുതാൻ. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ചാത്തന്നൂർ NDA സ്ഥാനാർത്ഥി വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള BB ഗോപകുമാർ അവിടെ ഒരു താമര വിരിയിച്ചിരിക്കുന്നു എന്ന് വേണം. അത് കഴിഞ്ഞ 2 തവണ തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്തെത്തിയ BB ഗോപകുമാർ ഇത്തവണയും മത്സരിക്കാൻ തന്നെ അടിയുറച്ച് മുന്നോട്ട് നിൽക്കുന്നു. ആ മുന്നോട്ട് പോക്കിന് അദ്ദേഹത്തിന് അവിടെ ഒരു വിജയം സമ്മാനിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ചാത്തന്നൂരിലെ ജനങ്ങൾ അത് കൊല്ലം ജില്ലയിൽ അതായത് ഈ NDA മുന്നണിക്ക് നൽകിയ 3 സീറ്റുകളിൽ അത് ഒരു സീറ്റ് കൊല്ലം ജില്ലയിൽ അവകാശപ്പെടുന്നു. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരിൽ NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന കാഴ്ചയും നമുക്ക് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഏതായാലും ഇപ്പോൾ 8 പേർ ജയിച്ചിരിക്കുന്ന UDF പാളയങ്ങളിൽ ഇനി എന്തൊക്കെയാണ് ഭാവി തീരുമാനങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും കൂടി ആരംഭിച്ചു കഴിഞ്ഞു. ഏതായാലും ജില്ലയിൽ നിന്ന് മന്ത്രിമാർ ഉണ്ടാകുമോ അല്ലെങ്കിൽ ആ മന്ത്രിമാർ ആരൊക്കെയാണ്? ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു സാധ്യത പറയുന്നുണ്ട്. ബിന്ദു കൃഷ്ണ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഷിബു ബേബി ജോൺ ഉണ്ടാകുമോ? ഇപ്പോൾ PC വിഷ്ണുനാഥ് ഇവരുടെയൊക്കെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ കൂടി UDF സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൂടുതൽ മന്ത്രിമാർ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജില്ല കൂടിയാണ് കൊല്ലം.